അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. കർത്താവെ, ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ അഭയം. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിൽ മുട്ടുകുത്തി അങ്ങേ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ എല്ലാ അങ്കലാപ്പുകളും ഇന്നത്തെക്കുറിച്ചുള്ള ആശങ്കകളും പ്രതീക്ഷകളും കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ വേണ്ടി അങ്ങ് നൽകിയ അവസരമാണിത്. കർത്താവെ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഇന്ന് യാത്രയാകുന്ന ദിക്കുകൾ, ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തികൾ, ഞങ്ങൾ ഇടപഴകുകയും ചെയ്യുന്ന ഓരോ വിഷയങ്ങൾ, സംരംഭങ്ങൾ, ഓരോ തരത്തിലുള്ള നിയോഗങ്ങൾ എല്ലാം കർത്താവെ നിന്റെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതം നടക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്കറിയാമെങ്കിലും അത് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ആത്മാർത്ഥതയോടെ സമർപ്പിച്ച് നിന്റെ ഉടമസ്ഥതയിലാക്കുന്നു. കർത്താവെ, ഗർഭിണികളെ, രോഗബാധിതരുടെ ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗാതുരമായ കുടുംബങ്ങളിലെ കിടപ്പിലായവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമായ ക്ലേശങ്ങൾ നാട്ടിൽ കൂടുതൽ വരികയാണ്. ഈശോയെ, ഒത്തിരിയേറെ പണ്ട് ദാരിദ്ര്യമില്ലാഞ്ഞ കുടുംബങ്ങളിലൊക്കെ ഇപ്പോൾ കർത്താവെ ദാരിദ്ര്യത്തിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി. ഈശോയെ, അങ്ങനെയുള്ളൊരു വിപത്തിലേക്കാണ് ഞങ്ങൾ യാത്രയാകുന്നത്. കർത്താവ്, ഞങ്ങളുടെ രാജ്യത്തെ എല്ലാവിധ തിന്മകളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ലോകത്തെ തന്നെ സംരക്ഷിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവേ, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. അപകടങ്ങൾ, അതുപോലെ ലഹരിയുടെ അമിതമായ ഉപയോഗവും മിതമായ ഉപയോഗവും എന്തുപയോഗമായാലും ചെയ്യും കർത്താവെ. അങ്ങനെ മക്കളുടെ ജീവിതം തകർക്കുന്ന, കുടുംബത്തെ തകർത്ത് കുടുംബത്തിന് അസമാധാനം ഉണ്ടാക്കുന്ന പൈശാചിക തിന്മകളിൽ നിന്ന് കർത്താവെ ചേർത്ത് തോൽപ്പിക്കാൻ ആവശ്യമായ ഇച്ഛാശക്തി അങ്ങനെ സമൂഹത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലേർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാർ, പോലീസുകാർ, സഭയുടെ അംഗങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികൾ, അങ്ങനെയുള്ള എല്ലാവരും ആരെല്ലാം ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നു അവർക്കെല്ലാം കർത്താവെ ശക്തിയും
കർത്താവ് ഐക്യവും നൽകി. കർത്താവ് ഇതിനെ നാടിൻ്റെ തിന്മയായി, സമൂഹ തിന്മയായി, രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തുന്ന എല്ലാ ഛിദ്രശക്തികളെയും കർത്താവെ നിഹനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല വിഷയങ്ങളും കർത്താവ് നഷ്ടപ്പെട്ടു പോയ പണമുണ്ട്, നഷ്ടപ്പെട്ടു പോയ വ്യക്തികളുണ്ട്, നഷ്ടപ്പെട്ടു പോയ ആധാരങ്ങളുണ്ട്, നഷ്ടപ്പെട്ടു പോയ രേഖകളുണ്ട്. അതെല്ലാം തിരികെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതം എന്തെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടാൽ അതോടുകൂടി ജീവിതം ഇങ്ങനെ സ്ഥലം വരെ കടിച്ച പോലെ നിന്നു പോയവരുണ്ട് ഈശോയെ. മരവിച്ചു പോയ ജീവിതങ്ങൾ അവരെല്ലാം അങ്ങ് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധശക്തിയാൽ നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരികെ നൽകുകയും കർത്താവ് നിങ്ങളുടെ നഷ്ടപ്പെട്ട സമാധാനം, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ, മുറിഞ്ഞുപോയ ബന്ധങ്ങൾ കർത്താവ് എല്ലാം ഐക്യപ്പെടുത്തുകയും പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവനാമത്തിൽ ഞങ്ങൾ ആശീർവദിക്കുന്നു. ഞാൻ ചിലപ്പോൾ നിങ്ങളൊക്കെ പറയാറുണ്ട്, എനിക്ക് 4 വയസ്സ് മുതൽ ആധ്യാത്മിക ജീവിതമുള്ള ഒരാളാണ് ഞാൻ. കാരണം 4 വയസ്സിലാണ് ആദ്യമായിട്ട് ഞാൻ ഈശോനെ സ്വപ്നം കാണുന്നത്. അപ്പോൾ നല്ല കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ള ഒരു കുഞ്ഞു വീടാണ്. അപ്പനും അമ്മയും 2 മക്കളൊക്കെ ഉള്ളത്, അത്രയേ ഉള്ളൂ വീട്. അപ്പം അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ ജീവിതം, പിന്നെ പള്ളി ജീവിതം ഒക്കെ ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ആധ്യാത്മിക വിശ്വാസമാണ്. ഒരു തേങ്ങയും കൊണ്ട് കടയിൽ പോകുമ്പോഴും പോയി ഞാൻ പോയി കർത്താവിൻ്റെ മാലാഖ ചൊല്ലിക്കൊണ്ടേ പോകത്തുള്ളായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ അന്ന് മുതലേ ദൈവത്തിനെ അറിയാം, ദൈവത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് അറിയാം, ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുടെ രീതികളെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് നല്ല കോൺഫിഡൻസ് ആണ്. അപ്പോൾ പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ടപ്പോൾ മുതൽ ഈ കോൺഫിഡൻസ് ഇരട്ടിയായി. നല്ല പരാജയം, ചില ഉദ്യമങ്ങൾക്ക് പരാജയം ഉണ്ടായാലും പരാജയം ആ വിഷയങ്ങൾക്കേ ഉണ്ടാകത്തുള്ളൂ, ദൈവത്തിന് പരാജയം ഉണ്ടാകത്തില്ല. കാര്യം എന്താ? ദൈവത്തെ ഓൾറെഡി നമ്മൾ അനുഭവിച്ചതല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ആധ്യാത്മികം നൽകുന്ന ആന്തരികമായ ഒരു ആത്മശക്തിയുടെ ആധാരമായി വരുന്ന ആത്മവിശ്വാസമുണ്ട്. അത് ഭയങ്കര സംഭവമാണ്. അത് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഉദ്ദേശം, ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ്. നല്ല ആന്തരികമായ ആത്മവിശ്വാസം. അടയാളങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല, എല്ലാത്തിനും അടയാളം ഉണ്ടാകും. അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുമെന്നല്ല കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തെ 16:20 അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടയാളങ്ങൾ കൊണ്ടേ നമ്മുടെ മനസ്സിലിരിപ്പ് സ്ഥിരീകരിക്കുകയല്ല, വചനം സ്ഥിരീകരിക്കും. അപ്പം എൻ്റെ അർത്ഥം എന്താ? ഓരോ വചനവും സ്ഥിരീകരിക്കേണ്ടതാണ്. അപ്പം വചനം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ദൈവം അടയാളം കാണിക്കുന്നത്. ദൈവം സ്ഥിരീകരിക്കുന്നത് വചനത്തിൽ അതിന് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ, ഈ അടയാളങ്ങളുടെ എല്ലാത്തിൻ്റെ പിന്നിൽ വചനത്തിൻ്റെ പ്രൊവിഷൻ വേണം. അതെല്ലാം ആ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ, ആ വചനത്തിൻ്റെ സാധ്യത നിറവേറാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ വിഷയം നിറവേറും. കാര്യം എന്താണ്? കർത്താവ് അടയാളം കൊണ്ട് ആ വചനം സ്ഥിരീകരിക്കും. ഉദാഹരണത്തിന് ലൂക്ക 21:1-2 എടുത്തേ. അവൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പ് തുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, അതാണ് അവൻ നോട്ട് ദ പോയിന്റ്. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് ഈ ഏറ്റവും ആധ്യാത്മിക ജീവിതം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും റിസ്ക് എന്താണെന്ന് അറിയാമോ? റിസ്ക് പിടിച്ച പരിപാടിയാണതേ. അങ്ങനെ ഏറ്റവും റിസ്ക് എന്ന് പറയുന്നത് ദൈവത്തെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. ദൈവത്തെ വിശ്വസിക്കുന്ന റിസ്ക് ഒന്നുമില്ല. പിശാചും വിശ്വസിക്കുന്നുണ്ട് ദൈവത്തെ. യാക്കോബ് 2:19 നമ്മൾ പറയത്തില്ലേ, ദൈവം ഏകനാണെന്ന് പിശാച് വിശ്വസിക്കണമെന്ന്. അപ്പം ദൈവത്തെ വിശ്വസിക്കണ റിസ്ക് പിടിച്ച പരിപാടിയല്ല. പക്ഷെ ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കണത് റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഇപ്പം നമ്മൾ ആ ഈശോ ശ്രീഭണ്ഡാരത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ കുറേ ധനികന്മാർ വന്ന് വലിയ തുകകൾ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്ന ഈശോ കണ്ടു. പക്ഷേ ദൈവത്തിന് അതിൽ വിശ്വാസം തോന്നിയില്ല, ഈശോയ്ക്ക് അത് വിശ്വാസം തോന്നിയില്ല. ആ ധനികരുടെ വലിയ സമ്പാദ്യങ്ങൾ കൊണ്ട് ശ്രീഭണ്ഡാരം നിക്ഷേപിച്ചുകൊണ്ട് ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. പക്ഷേ ഒരു സാധു വിധവ വന്നിട്ട് 2 ചില്ലിക്കാശിട്ട് കഴിഞ്ഞപ്പോൾ ദൈവം അവളിൽ വിശ്വസിച്ചു. അപ്പോൾ അത് റിസ്ക് ഫാക്ടറാണെന്ന് മനസ്സിലായില്ലേ?
നമ്മുടെ ആധ്യാത്മിക ജീവിതം പുരോഗമിക്കണം എന്നുണ്ടെങ്കിൽ ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കണം നമ്മൾ. അതാണ് എൻ്റെ റിസ്ക്. കാര്യം എനിക്ക് ഇന്ന് വെളുപ്പിനാണ് കർത്താവ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് ചൂടാറുന്ന മുമ്പ് നിങ്ങൾക്ക് കൈമാറുകയാണ്. കാര്യം ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കാം റിസ്ക് ആണെന്ന്. ഇപ്പം ഉദാഹരണത്തിന് നമ്മളുടെ ഇയാളല്ലേ ഈ ബദനിയിലെ മറിയ, ലാസൻ്റെ പെങ്ങൾ മറിയയില്ലേ, ലാസ് ഉയർത്ത് കഴിഞ്ഞ് കർത്താവിന് വലിയൊരു വിരുന്നൊക്കെ ഒരുക്കിയില്ലേ, സുഗന്ധതൈലം കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങളൊക്കെ പൂശിയപ്പോൾ ശിഷ്യന്മാർ അവിടെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാർ പിറുപിറുക്കുന്നത് അവർക്ക് മനസ്സിലായി. ഈ ഇത്രയും കാര്യം 300 ദിനാറാണേ. ശിഷ്യന്മാർ വിചാരിക്കുക ചില സുവിശേഷങ്ങളിൽ യൂദാസിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിലും ഈ മത്തായി ശിഷ്യന്മാരെന്നാണ് പറയണത്. അപ്പോൾ ഈ അണ്ണന്മാർ യൂദാസിൻ്റെ സ്വഭാവമുള്ള അതേ ഈ ഒരു വിഷയത്തിൽ കർത്താവിനെ ഒറ്റപ്പെടുത്തി ശിഷ്യന്മാർ ഒറ്റക്കൈയായിരുന്നു. എന്താ കാര്യം? അത് യൂദാസ് അവരെ കൈകാര്യം ചെയ്തെന്ന് വേണം മനസ്സിലാക്കാൻ. കാശിൻ്റെ കാര്യം വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര ഐക്യമായിപ്പോയി. ശിഷ്യന്മാരെന്നാ പറയണത്. അത് വായിച്ചേ മോളെ 26:8. ഇത് കണ്ട ശിഷ്യന്മാർ കോപത്തോടെ പറഞ്ഞു, എന്തിന് ഈ പാഴ്ചെലവ്, എന്തിന് ഈ വേസ്റ്റ്, ഈ സുഗന്ധതൈലം നല്ല വിലക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എന്നാണ് ഇവർ ചോദിക്കുന്നത്? ഇത് യൂദാസ് ഇറക്കി വിട്ടൊരു എക്കണോമിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് മറ്റുള്ളവർ ബുദ്ധിപരമായിട്ട് ഏറ്റുപിടിച്ചാൽ ഭക്തിയില്ലാത്തൊരു ബുദ്ധി ഉണ്ടാവില്ല. അവൻ ബുദ്ധിപരമായിട്ട് യൂദാസ് ശരിക്കും ഒരു സെക്കൻഡിൽ യൂദാസ് ഇവരെല്ലാം കൈകാര്യം ചെയ്ത് കാണേണ്ടവരെ കണ്ട് കൈകാര്യം ചെയ്ത് അവൻ്റെ ഐഡിയയിലേക്ക് ഇവന്മാർ മൊത്തം കൊണ്ടുവന്ന് നടത്താം ശിഷ്യന്മാരെ. യൂദാസിൻ്റെ ഐഡിയ ആണിത്. പക്ഷെ ആ ഐഡിയ വളരെ റീസണബിളായിട്ട് അവതരിപ്പിച്ചപ്പോൾ അപ്പീലിംഗ് ആയിട്ട് മറ്റേ അണ്ണന്മാർക്കും തോന്നി. അണ്ണന്മാരെല്ലാം ഒരേ കൈയായിട്ട് പറയണം ഇതെന്ത് പരിപാടിയാണിത്. പാവത്തങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഈ പൈസ വിറ്റ് എന്തുകൊണ്ട് ഭണ്ഡാരത്തിൽ തന്നില്ല, ഇവിടെ കൊടുത്ത് തന്നില്ലെന്നാണ് ചോദിക്കണത്. ഈ കാലെ ഒഴിച്ച് കളഞ്ഞതിന്. ഇത് ഇവന്മാരുടെ മനസ്സിലെ ഇരിപ്പിനെ കുറിച്ചൊക്കെ ഏറെക്കൊരു ഐഡിയ. കാര്യം ഈ യൂദാസിനെ അണ്ണന്മാരൊക്കെ ഇപ്പം ആദ്യമായിട്ടും കാണുന്നതല്ല. മേരി പണ്ടേ കണ്ട പാർട്ടിയാണ് ഇവരൊക്കെ. കർത്താവ് എന്നെല്ലാം ലാസൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. ഇവരെല്ലാവരും വരും. ഇവിടെയൊക്കെ ഓരോ സ്വഭാവവും മുഖഭാവവും എല്ലാം രീതികളെല്ലാം കാണും. പക്ഷേ അതേസമയം തന്നെ മേരി എന്താ വിചാരിക്കണത്? പൊതുജനവും ശിഷ്യന്മാരുടെ അപ്പുറത്തേക്ക് തനിക്ക് തൻ്റെ ദൈവത്തോടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടി ചങ്കൂറ്റല്ലേ. ഏറ്റവും കൂടുതൽ ചങ്കൂറ്റം കാണിക്കണത് മേരിയാണ്. അപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് എന്ന് പറയണത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കാനുള്ളതാണ് റിസ്ക്. മേരി കാര്യത്തിൽ വിജയിച്ചിരിക്കണം. കർത്താവ് പറഞ്ഞു അവൾ ചെയ്തത് ശരിയാണ്. ലോകത്തെവിടെയെങ്കിലും എൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുമെങ്കിൽ അവൾ ചെയ്ത കാര്യവും ആദ്യം പ്രഘോഷിക്കപ്പെടുമെന്ന്. എൻ്റെ പേര് സുബി സജി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായി എൻ്റെ മകൻ്റെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ തീവ്രത അത് മാറി കിട്ടുന്നതിന് വേണ്ടിയാണ്. അനു എന്ന് പറഞ്ഞ ഒരു മെൻറ്റർ എന്നെ കൂട്ടിക്കൊണ്ട് വരികയാണ് ഉണ്ടായത്. ഇവൻ്റെ രോഗാവസ്ഥകളൊക്കെ പിന്നെ ഇവൻ തന്നെ പറഞ്ഞു തരും. ഞാൻ അവൻ്റെ അടുത്ത് കൊടുക്കും. എൻ്റെ പേര് എഡ്വിൻ. ഞാനിപ്പോൾ +1 പഠിക്കുന്നു. ഞാൻ ജനിച്ച് 3 മാസമായപ്പോൾ തൊട്ട് എനിക്കൊരു സ്കിന്നിൻ്റെ അലർജി ഉണ്ടായിരുന്നു. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ആണ് അതിൻ്റെ പേര്. അന്നേരം ആയുർവേദവും ഇംഗ്ലീഷ് മരുന്ന് ചെയ്യാത്ത ചികിത്സയൊന്നുമില്ല. അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഹം മൊത്തം സ്കിന്ന് മൊത്തം പോവും. അതായത് മൊത്തം പഴുക്കുകയും പിന്നെ വെള്ളം ചാടുകയായിരിക്കും ചെയ്യുക. പിന്നെ ഇറച്ചി മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തൊലിയൊന്നുമില്ല. അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ ജനിച്ച് 3 മാസമായപ്പോൾ തന്നെ എനിക്ക് തുടങ്ങിയത്. ചെയ്യാത്ത മരുന്നൊന്നുമില്ല. നാട് മൊത്തം ഓടി കിടന്നു. കാണിക്കാത്ത ഡോക്ടർമാരൊന്നും ഇല്ലായിരുന്നു. അവസാനം എത്തിപ്പെട്ടതൊരു ആയുർവേദ ഹോസ്പിറ്റലായിരുന്നു, കണ്ണൂർ മെഡിക്കൽ കോളേജ് ആയുർവേദത്തിൽ. അവിടെ എത്തിപ്പെട്ടപ്പം അവിടുത്തെ മരുന്ന് ചെയ്തും കൂടെ പിന്നെയും കൂടുകയാണ് ഇത്. വല്ലാണ്ട് കൂടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. എനിക്ക് ഉറക്കമില്ല. രാത്രി വരുന്ന സ്കിന്നൊക്കെ അങ്ങനെ തന്നെ ഞാൻ ചൊറിഞ്ഞ് കളയും. എനിക്ക് ചൊറിച്ചിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൊറിച്ചിലായിരുന്നു. രാത്രി ഉറങ്ങാൻ പറ്റില്ല. രാത്രി ഇങ്ങനെ തന്നെ ഒരുമാതിരി മാനസികമായിട്ട് ഞാൻ എപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇത് ഉറക്കം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങി ഓടുക. പിന്നെ ആത്മഹത്യയെക്കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നീട് അവിടുന്ന് ഒരു ചേട്ടൻ വഴി ഞാൻ അറിഞ്ഞ് മംഗലാപുരത്ത് ഫാദർ മോളിസ് എന്ന ഹോസ്പിറ്റലിൽ അറിയുകയുണ്ടായി. പിന്നെ അവിടുത്തെ ചികിത്സയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോയി. അവിടുന്ന് ഫസ്റ്റ് ഇതിൻ്റെ സാധാ എപ്പോഴും ചെയ്ത ചികിത്സനെ ഇത് ജസ്റ്റ് ഒന്ന് കുറച്ചു.
അതിനുശേഷം പിന്നെയും അങ്ങനെ തന്നെ വരാൻ തുടങ്ങി. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ചികിത്സ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വന്നുകൊണ്ടിരിക്കും. അന്നേരം അവിടുത്തെ ചികിത്സ പിന്നെയും അത് വന്നു. പിന്നെ അവിടുന്ന് ഒരു കമ്പനി, ഫ്രൈസർ എന്ന് പറഞ്ഞൊരു കമ്പനി എനിക്ക് മെഡിസിൻ സ്പോൺസർ ചെയ്തു. ഉടമ്പടി എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതെല്ലാം നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ആയിരിക്കുമ്പോഴാണ് എനിക്ക് അമ്മ ഉടമ്പടി എടുക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഒരു ചേട്ടൻ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നത്. ആ ചേട്ടന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമെല്ലാം ചെയ്തത്. ആ ചേട്ടൻ വഴിയാണ് പിന്നെ മംഗലാപുരത്തെത്തിയത്. ചികിത്സ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഡോക്ടർ വഴി ഒരു ഫൈസർ എന്ന കമ്പനിയുടെ ഓഫർ ലഭിക്കുകയും ആ ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ആ മെഡിസിൻ എടുത്തിട്ടുണ്ടെങ്കിൽ രോഗം മാറുന്നായിരുന്നു. എല്ലായിടത്തും ഡോക്ടർമാരും എനിക്ക് വളരെ നിരാശയായിരുന്നു. എപ്പോൾ ഏത് ഡോക്ടറുടെ അടുത്ത് പോയാലും 8 വയസ്സ്, 12 വയസ്സ്, 15 വയസ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കുമായിരുന്നു. ഞാൻ മംഗലാപുരത്ത് പോയപ്പോൾ ആണ് അറിഞ്ഞത് ഈ രോഗം അങ്ങനെയൊന്നുമല്ല, ഇത് മാറണമെങ്കിൽ നിശ്ചിത ഒരു ഏജ് ഉണ്ട്, എപ്പോഴേ വേണമെങ്കിലും മാറാം, ചിലപ്പോൾ മാറാണ്ടിരിക്കുക. പിന്നെ അവിടുത്തെ ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫൈസർ ഞാൻ ഇപ്പോൾ ആ മരുന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു ബോട്ടിലിന് 42,000 രൂപയ്ക്ക് മേളിലുണ്ട് ഇപ്പം ആ മരുന്നിന്. അപ്പം ഞങ്ങൾ അവസ്ഥയൊക്കെ വളരെ മോശമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനത്തെ പൈസയുള്ള കൂട്ടത്തിലൊന്നുമല്ല. ആ കമ്പനി വഴി ആദ്യത്തെ ഇത് സാമ്പിളായിട്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ട്രാവൽ അലവൻസും ഫുഡിൻ്റെ മെയിൻ്റെനൻസ് എല്ലാം അടക്കമായിട്ട് ആ കമ്പനി സ്പോൺസർ ചെയ്യുകയെല്ലാം ചെയ്തു. ഒരു വർഷത്തേക്ക് ആ മരുന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അതുവഴി എൻ്റെ രോഗം പൂർണ്ണമായി മാറുകയും പിന്നീട് ഞാൻ സുഖം പ്രാപിക്കുകയെല്ലാം ചെയ്തു. അമ്മ മാതാവിനെ 1000 നന്ദി. ഞാൻ എൻ്റെ മൂത്ത മകന് വിദേശം ജോലിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ജോലി കിട്ടിയ കാര്യങ്ങളെല്ലാം ഇവൻ പറയും. എൻ്റെ പേര് ജിബിൻ. ഞാൻ എൻ്റെ അമ്മ പറഞ്ഞതിനെ തുടർന്നാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും പ്രാർത്ഥനകൾ തുടങ്ങിയത്. ഞാൻ ചെറുതിൽ തൊട്ട് തന്നെ കുർബാനകളും അതിന് കുമ്പസാരവും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് എനിക്ക് പഠിത്തം കഴിഞ്ഞ ഉടനെ ജോലി കിട്ടിയായിരുന്നു. പക്ഷേ ജോലിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുമായിരുന്നു. രാത്രി ഉറക്കമില്ലാതെയുള്ള വർക്കും കാര്യങ്ങളും അങ്ങനെയായിട്ട്. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞതുമായിട്ടുള്ള തീക്ഷ്ണമായ പ്രാർത്ഥനകളുടെ ഒക്കെ ഫലമായിക്കൊണ്ട് അമ്മ എപ്പോഴും പറയുമായിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നാവാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകണം. പക്ഷേ എനിക്ക് അതിനുള്ള സാഹചര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എപ്പോഴും ഇപ്പം അച്ഛൻ്റെ രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയുണ്ട്, അത് എപ്പോഴും എല്ലാ ദിവസവും മുടങ്ങാതെ 5:30 കൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അതിനിടയ്ക്ക് ഞാൻ 2-2.5 വർഷമായിട്ട് ഒരു കമ്പനിയിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നടക്കുന്നില്ല. ഓരോരോ കാര്യങ്ങളായിട്ട് തടസ്സങ്ങൾ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് അമ്മ എന്നോട് പറഞ്ഞു ലൈറ്റ് ക്യാൻഡിൽ പെയർ ഉണ്ട്. കാരണം എനിക്കിവിടെ വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു ഇങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പെയർ ഉണ്ട്, അതെടുത്തിട്ട് അതിൻ്റെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അമ്മ മാതാവ് വഴി കർത്താവ് യേശുമശിഹ വഴി നിൻ്റെ ആഗ്രഹങ്ങളും വിഷമങ്ങളും ഒക്കെ മാറിത്തരും. അത് ഞാൻ എല്ലാ ദിവസവും രാവിലെ അച്ഛൻ്റെ പ്രഭാത പ്രാർത്ഥന ഇപ്പം കുറച്ച് നാളായിട്ട് തുടങ്ങിയതാണ്. അത് കൂടുകയും അതിന് മുന്നേ ധ്യാനവും എല്ലാ ദിവസവും എനിക്കിപ്പോൾ കമ്പനിയിലാണെങ്കിൽ പോലും ഞാനൊരു ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് അത് കേൾക്കുകയും അതിനുവേണ്ട പ്രാർത്ഥനകളും കാര്യങ്ങളും. പിന്നെ എല്ലാ ദിവസവും ഞാൻ കുർബാന കൂടാറുണ്ട്. ഓൺലൈൻ വഴിയാണ് എനിക്ക് പള്ളിയിൽ പോകാനുള്ള സാഹചര്യമില്ല. അടുത്ത് പോകാൻ ഞായറാഴ്ചകളിൽ പോലും ഭയങ്കര ദൂരമാണ്, 2-2.5 മണിക്കൂർ പോകാനുണ്ട്. അപ്പോഴത്തേനും ഞാൻ അവിടെ എത്തൂല രാവിലെ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ കുർബാന വെക്കും. എൻ്റെ എണീറ്റ് ഉടനെ ഇപ്പോഴത്തെ ഇതെന്ന് പറയുന്നത് രാവിലത്തെ അച്ഛൻ്റെ പ്രഭാത പ്രാർത്ഥന കൂടുക, അത് കഴിഞ്ഞ് കുർബാന കൂടുക, അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഞാൻ ലിങ്ക്ഡിനിൽ എന്ന് പറയുന്ന ഇതിൽ ഒരു മെസ്സേജ്, ഇങ്ങനെ ഒരു പോസ്റ്റ് കാണുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു കമ്പനി, ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, ട്രൈ ചെയ്തു. കാരണം ഞാൻ കുറേ ആയിട്ട് ട്രൈ ചെയ്യുന്നു, പക്ഷെ നടക്കുന്നില്ല. ഒരു സാഹചര്യത്തിലും അവർ എടുക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും തിരിയൊക്കെ കത്തിച്ച് മാതാവിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ വെറുതെ അപ്ലൈ ചെയ്യുമല്ലേ ചെയ്ത്, വെറുതെ ആ പോസ്റ്റ് ഇട്ട ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു ഇതുണ്ട്, എനിക്ക് കിട്ടാൻ എന്തെങ്കിലും ഇതുണ്ടോയെന്ന്. ആദ്യമൊന്നും കുറേ നാളൊന്നും ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. 1-2-3 മാസത്തേക്കൊന്നും റിപ്ലൈ ഒന്നും വന്നില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ ധ്യാനം കൂടി വൈകുന്നേരം ഞാൻ ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ചതായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വന്നു, ഇങ്ങനെയൊരു ഇതുണ്ട്, നീ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചു തന്നെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പം തന്നെ എന്നെ വരയ്ക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. സംസാരിക്കാനും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. പക്ഷേ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ വന്നപ്പം ഞാൻ മാതാവിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചു. ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു.
ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെ എന്താണ് സംസാരിച്ചതെന്നും എന്താണ് പറഞ്ഞതെന്നും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ. പക്ഷേ ഞാൻ ഭയങ്കര കോൺഫിഡൻസിലായിരുന്നു. ആരും എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. ആ കോൺഫിഡൻസിൻ്റെ പുറത്ത് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ഇൻ്റർവ്യൂ പാസ്സായി. ഏകദേശം 5-6 റൗണ്ട് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഇത് ബുദ്ധിമുട്ടായി ഭയങ്കര കട്ടിയായിട്ടുള്ള ഇതായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് ലൈക്ക് പോർട്ട്ഫോളിയോയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മാതാവിൻ്റെ കൂടെ വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിക്കൊണ്ട് മെയിൻലി ഇൻ്റർവ്യൂസ് കടന്നു കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം അത് കടന്നു കിട്ടണമെങ്കിൽ നമ്മൾ അത്രത്തോളം തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആൾ എന്നോട് പറഞ്ഞു തരുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ അടുത്തിരുന്ന് എനിക്ക് ഫീൽ ചെയ്യാനുണ്ടായിരുന്നു. ആക്ച്വലി അത്രയും കോൺഫിഡൻസോടുകൂടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റി. അത് കഴിഞ്ഞിട്ട് ആയാൽ പോലും പക്ഷേ എൻ്റെ പഴയ കമ്പനിയും ഇപ്പോഴത്തെ പുതിയ കമ്പനിയും തമ്മിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ഉണ്ടാവുകയും അതൊരു 2-3 മാസത്തേക്ക്, ഏകദേശം എൻ്റെ ഇൻ്റർവ്യൂ 4 മാസം അത് റെഡി ആവാതെ വരാൻ പറ്റാതെ ഇരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും എന്നിട്ടായാലും പ്രാർത്ഥിക്കും, പ്രതീക്ഷ കൈവിടാതെ. ഞാൻ ഭയങ്കര വിഷമത്തിലുണ്ടായി. കാരണം നമ്മളൊരു ജോലി കിട്ടണമെങ്കിൽ അത്രയും വിഷമിച്ചും പ്രാർത്ഥിച്ചും അല്ലെങ്കിൽ ആണ് ഉണ്ടാകുന്നത്. പക്ഷെ അത് കിട്ടാതെ പോവുക എന്ന് പറയുമ്പോൾ ഞാൻ അമ്മയോട് പലപ്പോഴും പറയുമായിരുന്നു എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന്. പക്ഷെ അമ്മ എന്നോട് പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ നീ മാതാവിനോട് പ്രാർത്ഥിക്കുക, എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അമ്മ നിൻ്റെ കൂടെ ഉണ്ടാവും, നിൻ്റെ കാര്യങ്ങൾ നടത്തി തരും. അതുപോലെ തന്നെ എനിക്ക് ലാസ്റ്റത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഒരു 6-ാം തീയതി എന്നുള്ളൊരു ഡേറ്റ് ഇങ്ങനെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നു. ഞാനത് അമ്മയോടും പറഞ്ഞു. അമ്മയ്ക്കും അങ്ങനെ ഒരു 6-ാം തീയതി ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 6-ാം തീയതി എന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വിഷമം വേണ്ട, ഇന്ന ഡേറ്റാണ്, ഇന്ന ഡേറ്റിന് വന്ന് ജോയിൻ ചെയ്തോളൂ, കുഴപ്പമില്ല, നമ്മൾ അത് റെഡിയാക്കി തരാം. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഞാൻ എൻ്റെ പഴയ കമ്പനിയിൽ പോയി. അവർക്ക് വിടാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉപ്പും ഒക്കെ എൻ്റെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സംസാരിച്ചതിൻ്റെ ഫലമായതുകൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവരെന്നെ റിലീസ് ചെയ്യും. ഞാനിപ്പോൾ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തു, ഇവിടെ ബാംഗ്ലൂരാണ്. അപ്പം അതിൻ്റെ അമ്മ മാതാവിനും കർത്താവ് യേശു മിശിഹായ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ചെറിയ കാര്യങ്ങളായാൽ പോലും ലൈക്ക് നമുക്ക് നമ്മുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് നടത്തി തരാനും അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് തരാനും മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് ഞാൻ എല്ലാ കാരുണ്യപ്രവർത്തികളുടെയും അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അമ്മയെയാണ് ഏൽപ്പിക്കാറ്. ഇവിടെയുള്ള ഓർഫനേജുകളിലും കാര്യങ്ങളിലൊക്കെ പോയി അമ്മ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്തു. അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ തുണി അണക്കി കൊടുക്കാനും അവർക്ക് വേണ്ട ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും പിന്നെ അടുത്ത് തന്നെയുള്ള ആൾക്കാരായാലും ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ കണ്ടാൽ എന്നോട് പറയും അവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതെന്നെ കൊണ്ട് പറ്റുന്ന പോലെ. നമുക്കധികം അങ്ങനെ ഇതൊന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന നമുക്ക് ഉള്ള വിഹിതത്തിൽ നിന്ന് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം എല്ലാ കാര്യങ്ങളിലും മാതാവിൻ്റെ കൃപ കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ രാവിലത്തെ പ്രാർത്ഥനയുണ്ട്, അത് തീക്ഷ്ണമായിട്ട് കുർബാനകൾ കൂടുക, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷയും അത് വളരെ വലുതാണ്. അമ്മ മാതാവിനും കർത്താവ് യേശു മിശിഹായ്ക്കും ഞാൻ ഒരു കോടാനുകോടി നന്ദി അറിയിക്കുന്നു. നന്ദി. ചെറിയ മോൻ പറയാൻ മറന്നുപോയ കാര്യമുണ്ട്. അവന് അസുഖം കൂടുതലായി കഴിഞ്ഞ സമയത്ത് ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ അവൻ്റെ നെറ്റിയിൽ സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും അവനോട് തന്നെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റുകളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് മാതാവ് തന്നതാണ് എന്ന് ആ കമ്പനി സ്പോൺസർ ചെയ്തത് മാതാവ് തന്നതാണ് എന്ന് പറയാനുണ്ടായ കാരണം ബ്രസ്റ്റിലും യൂട്രസിലും മുഴകളുണ്ടായിരുന്നു. അത് ആദ്യം നോക്കുമ്പം 6 mm ഉണ്ടായിരുന്നുള്ളൂ യൂട്രസിലെ മുഴ, പിന്നെ പെട്ടെന്ന് തന്നെ അത് 8 mm ആയി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയത്ത് പെട്ടെന്നൊന്നും ഞങ്ങളുടെ ഈ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവനെ കാണിച്ച് ഫാദർ മുള്ളേഴ്സിൽ തന്നെ പോയി. അവിടെ ചെന്നു ലാപ്രോസ്കോപ്പി തന്നെയാണ് ചെയ്തത്. അവിടെ 1 ലക്ഷം രൂപയോളമുള്ള സർജറിക്ക് ചിലവ് വരുന്നതാണ്. ഞാൻ അവിടുന്ന് അച്ഛൻ്റെ ഒരു കത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ 15,000 രൂപ മാത്രം അടച്ചിട്ട് എനിക്ക് അവിടുന്ന് അവർ ആ ഓപ്പറേഷൻ ചെയ്തു തന്നു. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് എൻ്റെ വീടിൻ്റെ ഭിത്തിയെല്ലാം വിണ്ട് കീറി തറയിരുന്ന് പോയി താമസിക്കാൻ പറ്റാത്തൊരു ഭവനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വീടിന് വേണ്ടിയിട്ടും നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം SBIയിലൊക്കെ അറിയാമല്ലോ, സാധാരണക്കാരൊന്നും പോയി ചെന്നാൽ അവിടുന്ന് ലോണൊന്നും അവർ അനുവദിക്കാറില്ല. പിന്നെ പ്രാർത്ഥിച്ച് തന്നെ അവിടെ ഉപ്പുമൊക്കെ ഇട്ട്
വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് തൈലമൊക്കെ പൂശി അവിടെ പോയി അവരോട് ചോദിച്ച് അവർ അവസാനം സമ്മതിച്ച് കുറേ സമയമൊക്കെ എടുത്തു കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം ലോണ് തന്നു. പിന്നെ ഞങ്ങളൊരു ചെറിയ ചിട്ടി കൂടിയതിൻ്റെ ആ സമയത്ത് ആവശ്യമുള്ള സമയത്ത് ആ ചിട്ടി ലഭിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വീട് പണിതു. വീട് പണി തീർന്നു കഴിയുമ്പോൾ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ കയറി കൂടുള്ളൂ എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പ്രകാരം ഈ വരുന്ന ശനിയാഴ്ച 22-ാം തീയതി ഞങ്ങൾ വീട്ടിൽ കയറി കൂടുകയാണ്. അതും ഞാനിവിടെ അമ്മയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഈ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുന്ന ഒരു കോൺവെൻ്റ് ഉണ്ട്. അവിടെ പോയി മാസം തോറും അവർക്ക് വേണ്ടുന്ന അരി സാധനങ്ങൾ പിന്നെ വെജിറ്റബിൾസ് അങ്ങനെയുള്ള എല്ലാം വാങ്ങി കൊടുക്കുമായിരുന്നു. ഡ്രസ്സും കൊണ്ട് കൊടുക്കും. പിന്നെ പോയത് ഒരു ജെൻസായിട്ടുള്ള ആൾക്കാരെ ശുശ്രൂഷിക്കുന്ന ഇതുപോലുള്ള സ്ഥലത്ത് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് മാതൃ സംഘക്കാരൊക്കെ കൂടി ആ കൂട്ടത്തിൽ ഞാനും പോയി തുണി അലക്കി ഉണക്കി കൊടുത്തിട്ട് വന്നു. അതുപോലെ വീടുകളിൽ രോഗികളായിട്ടുള്ളവരുടെ അടുത്തൊക്കെ വീട് സന്ദർശനം നടത്തുകയും അപ്പോൾ കയ്യിലുള്ളതനുസരിച്ച് ആവശ്യമെന്ന് തോന്നിയവർക്കൊക്കെ പൈസ കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഹാർട്ടിൻ്റെ അസുഖം കാരണം എപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു ചേച്ചിയുണ്ട്. ഇപ്പോൾ ഞാൻ ആ ചേച്ചിക്ക് അവർക്ക് എപ്പോഴും ചെക്കപ്പൊക്കെ വേണ്ടതുകൊണ്ട് പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്കുള്ളതുപോലെ ഞാൻ ഇപ്പോൾ ആ ചേച്ചീനെ സഹായിച്ചു വരുന്നുണ്ട്. കൃപാസന പത്രം ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ട് കടകളിൽ കൊണ്ടുപോവുകയും പിന്നെ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും പിന്നെ പള്ളികളിൽ കൊണ്ടുപോയി അവിടെ നിന്ന് കുർബാന കഴിയുമ്പോൾ ആൾക്കാർക്ക് അവർ വന്ന് മേടിച്ചുകൊണ്ട് പോയിക്കോളും. അങ്ങനെ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാനൊരു ദിവസം ഇങ്ങനെ ഈ മാതാവ് തിരിയലൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ സാക്ഷ്യം കണ്ടായിരുന്നു. അപ്പം എനിക്കും ഒരു ആഗ്രഹം, ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞു തിരിയെ നോക്കിയിട്ട്, അമ്മ എനിക്കും ആ അമ്മേനെ തിരിയലൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഊതി വെക്കുമ്പോൾ തിരിയിലൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട്. പിറ്റേ ദിവസം രാവിലെ ഞാൻ തിരി എടുക്കുമ്പോൾ തിരിയൽ മാതാവിൻ്റെ രൂപം അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനതിവിടെ കാണിച്ചായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ആദ്യമൊക്കെ എല്ലാം കുമ്പസാരവും എല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ എനിക്ക് യൂട്രസിൻ്റെ വിഷമതകളൊക്കെ വരികയും ബ്ലീഡിങ് ഉണ്ടാവുകയൊക്കെ ചെയ്തതോടുകൂടി എനിക്ക് കൃത്യമായിട്ടൊന്നും പോകാനും വരാനും ഒക്കെ കഴിയാതെ ഒരവസ്ഥയിലേക്ക് എത്തിയായിരുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും അത് തുടർച്ചയായി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഇനിയും മുൻപോട്ടേക്ക് ഇങ്ങനെ തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയും അമ്മ മാതാവിനെ ഇവിടെ വന്ന് മഹത്വപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എൻ്റെ കുടുംബത്തിനും തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെയും ഞാൻ കോടാനുകോടി നന്ദി പറയുകയും ചെയ്യുന്നു. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങളിൽ, എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും. മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. ഇവിടെ ഈ കുടുംബം വന്ന് സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ മകന് കിട്ടിയ രോഗസൗഖ്യവും മറ്റൊരു മകൻ്റെ ജോലി, തങ്ങൾക്ക് വീട് ഭവനം അത് ഇല്ലാതെ തങ്ങൾ വിഷമിച്ച സാഹചര്യങ്ങളിൽ നിന്ന് തങ്ങൾക്കൊരു ഭവനം ലഭിക്കുവാനും അതുപോലെ തൻ്റെ തന്നെ രോഗസൗഖ്യങ്ങളുമൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. തങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ വഴി മാത്രം തങ്ങൾക്ക് നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ലഭിക്കുവാനായിട്ടിടയായി. അങ്ങനെ ഒരിക്കലും തനിക്കൊരു സൗഖ്യം ലഭിക്കില്ല എന്നുള്ള ആ ഒരു വിഷമത്തോടെ മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി പോലെ തനിക്കായി 3 മാസം മുതൽ തുടങ്ങിയതാണ്. ഇന്ന് ഈ മകൻ എത്ര വയസ്സുണ്ട്? 16 വയസ്സുണ്ട്. 13 വയസ്സ് കഴിയുന്നത് വരെ അവനെ ഈ രോഗം അലട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേറെ വർഷം താനൊരു മാംസപിണ്ഡം മാത്രമായിരുന്നു എന്നാണ് ആ മകൻ പറഞ്ഞത്. തനിക്ക് സ്കിന്നേ ഇല്ല. വരുന്ന സ്കിന്നൊക്കെ താൻ അത്രമാത്രം ശരീരത്തിൽ ചൊറിച്ചിൽ, ഇതുമൂലം വരുന്ന സ്കിന്നെല്ലാം താൻ തന്നെ ചൊറിഞ്ഞു പോകും. പിന്നീട് തനിക്ക് ഒരു മാംസപിണ്ഡം മാത്രമായിട്ട് താൻ ഇത്രയേറെ വർഷങ്ങൾ. അപ്പോഴതുമൂലം ആത്മഹത്യ വരെ ചെയ്താൽ മതി, ആത്മഹത്യ പോലും ചെയ്താലോ എന്നുള്ള ചിന്തയൊക്കെ അത്രയേറെ താൻ മാനസികമായിട്ട് തകർന്നു പോയി എന്നാണ് ആ മകൻ പറഞ്ഞത്. നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാം സാക്ഷ്യം എത്ര സാക്ഷ്യമാണെങ്കിലും
എത്ര ദൈവം നമ്മെ തൊടുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ അതുണ്ട്. എന്നാൽ നാം സാക്ഷ്യം പറയുമ്പോഴാണ് അത് വ്യക്തമാവുക. അപ്പോൾ ഇവിടെ ഈ മകന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ചികിത്സ കിട്ടുന്നത്. അതുവരെയും ചികിത്സകൾ കിട്ടിക്കൊണ്ടാണിരുന്നത്. എന്നാൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആയുർവേദം, ഹോമിയോ, അലോപ്പതി എല്ലാം പരിശ്രമിച്ചു. ഒന്നിലും തനിക്കൊരു സ്റ്റേബിളായിട്ടുള്ള ഒരു സൗഖ്യം കിട്ടുന്നില്ല. എല്ലാവരും എന്നെ പറ്റിച്ചു എന്നാണ് ഈ മകൻ പറയുക. അങ്ങനെ പിന്നീടാണ് ഉടമ്പടിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നത്. അത് ആ കമ്പനി ആദ്യമായിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അത് ഫ്രീ ആയിട്ട് ഇവർക്ക് കൊടുക്കുവാനായിട്ട് 1 വർഷത്തോളം ഏകദേശം 42,000 രൂപയാണ് അതിൻ്റെ ഒരു ബോട്ടിലിന് വരുന്നത്. അത് ഇവർ തന്നെയാണ് നമ്മോട് പറഞ്ഞത്. അത് അതിൻ്റെ ഫുഡ്, ഇവർ പോകുന്നതിനുള്ള യാത്ര ചിലവ് അടക്കം ഇതൊക്കെ തങ്ങൾക്ക് ലഭിച്ചത് ഉടമ്പടിയുടെ മാത്രം ഭാഗമായിട്ടാണ്. തങ്ങളെ അങ്ങനെ കരുതുന്ന വ്യക്തികളായി തങ്ങൾക്ക് മാറാൻ സാധിച്ചത് അതുമൂലം മാത്രമാണെന്നാണ് പറയുക. അപ്പോൾ നാം പേപ്പറിൽ എത്രമാത്രം എഴുതി വെച്ചാലും നമ്മുടെ സാക്ഷ്യം നാം പങ്കുവെക്കുമ്പോൾ മാത്രമാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തുക. അത് പിന്നീട് ഈ മകൾ ഇവിടെ പറയുകയുണ്ടായി, എങ്ങനെയാണ് തങ്ങൾക്ക് ഉടമ്പടിയുടെ മാത്രം ഭാഗമായിട്ട് അതുപോലെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു, അതുമൂലം മാത്രം തങ്ങൾക്ക് കിട്ടിയ ഒരു സൗഖ്യാനുഭവമായിട്ട് അത് മാറുന്നു. ഇന്നിപ്പോൾ സാധാരണ സ്കിന്നാണ് ആ മകന്. നമുക്ക് ആർക്കും കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ സാധാരണ പോലെ സ്കിന്ന് യാതൊരു പ്രോബ്ലവുമില്ല. 16 വയസ്സായി ഇന്ന്. അതുവരെയും 13.5 വർഷത്തോളം താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു വലിയ അസ്വസ്ഥതകളിൽ നിന്നാണ് തനിക്ക് മോചനം ലഭിച്ചത്. വീണ്ടും മൂത്ത മകൻ്റെ ജോലി, അതിനുമൊക്കെ എങ്ങനെയാണ് ആ മകനും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിലേക്ക് തനിക്ക് കൂടുതൽ അടുക്കുവാൻ സാധിച്ചു. കൂടുതൽ പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കുവാൻ സാധിക്കുന്നു. താനൊരു സ്റ്റേജ് ഫിയറുള്ള വ്യക്തിയാണ്. എന്നാൽ തനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുവാനായിട്ട് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ അതുമാത്രമാണ് തനിക്ക് ധൈര്യം പകർന്നത്. തനിക്കൊരു ആത്മധൈര്യമുണ്ടായി. എൻ്റെ അടുത്തിരുന്ന് ആരോ എന്നോട് പറയുന്നത് പോലെ. അതുകൊണ്ടാണ് 32:8 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നമ്മോടൊപ്പം ഒരാളിരുന്ന് പറയുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുക. ഇത് ഈ മകനാണ് ഇന്ന് പറഞ്ഞതെങ്കിൽ എത്രയോ സാക്ഷ്യങ്ങൾ ഇതുപോലെ നമുക്ക് യൂട്യൂബിലുണ്ട്. ഇതൊക്കെ അമ്മയാണ് തനിക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നതെന്നുള്ള ബോധ്യം ഈ ചെറുപ്പക്കാരനുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന്ന് ലോകത്തോട് വിളിച്ചു പറയുക. അതുപോലെ ഈ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യം, തങ്ങളുടെ ഭവനം എത്ര വർഷത്തിന് ശേഷമാണ് തങ്ങൾക്കൊരു നല്ല ഭവനത്തിൽ താമസിക്കാനായിട്ട് തങ്ങൾ ഉടനെ പോവുകയാണ്. അപ്പോഴമ്മയെ വിളിക്കുകയാണ് ഭവനത്തിലേക്ക്. അമ്മയെയും കൊണ്ടാണ് ഇവർ താമസിക്കാൻ പോവുക. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ ഞാൻ ദൈവത്തെ കാണുമെന്ന് ജോബ് പറയുന്നത് പോലെ ഓരോരോ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ മുൻപിൽ ജീവിക്കുന്ന ജീവൻ്റെ തുടിപ്പുകളായിട്ട് ദൈവം കൊണ്ടുവന്ന് നമുക്ക് തരികയാണ്. നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം.